അപ്പനെ പോലും മൈൻഡ് ചെയ്യാതെ സ്വന്തം നേട്ടം, ഞാൻ ഇപ്പം മന്ത്രിയാവും, എനിക്ക് മന്ത്രിയാണ്, ഇതിനപ്പുറത്തോട്ട് ഒരു ചിന്ത. എടുത്തിട്ട് മന്ത്രിയായോ? ആയില്ല, മന്ത്രിയായില്ല. മന്ത്രി പോയിട്ട് അറ്റത്തെത്താൻ പറ്റില്ലോ. ഇപ്പം നോക്കിയേ, ഇവരെ വല്ലവരും മൈൻഡ് ചെയ്യുന്നുണ്ടോ? എടുത്തിയാടി പപ്പറ ചെന്നല്ലോ എന്നെ പോക്കറ്റിൽ വെച്ചുകൊണ്ട്. ഞാൻ എൻ്റെ ഈ മുറിയിൽ വെച്ച് ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു നേതാവിനോട്, ചെയ്യരുത്, അബദ്ധമാണ് കാണിക്കാൻ പോകുന്നു, അപകടം, ആത്മഹത്യ ആവണമെന്ന് പറഞ്ഞത് കേട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ചിട്ട് നോക്കി, ഒരു MP സ്ഥാനം, ആ സ്ഥാനത്തിനുള്ള മാന്യത കൊടുക്കാതെയാണ്. മാന്യതയൊന്നുമല്ലെന്നേ, ഇവർക്ക് ഇത്രേ വിലയുള്ളൂ എന്ന് അവർക്കറിയാം. ചെന്ന് പുറകെ പോകാതിരിക്കണ്ടേ, ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ, അതിനകത്ത് വിട്ടുവീഴ്ച നടത്തണ്ടേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഇല്ല, മനുഷ്യൻ എവിടെയുള്ള ഒന്നിൽ കൂടി ആളുകളുണ്ടെങ്കിൽ പരസ്പരമായിട്ട് എന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ട്, ഇല്ലെന്നും ആരും പറയുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ചെയ്തു, കോൺഗ്രസ്സുകാർ ഇതുപോലെ ഇവരും ചെയ്തിട്ടുണ്ടെന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ തന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ. ഞാൻ തിരുവനന്തപുരത്തിന് ആളാണ്, ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിലേക്ക്. അപ്പം ഞാൻ തന്നെ ചോദിച്ചത് എങ്ങനെ അകത്ത് കയറും, ആൾക്ക് ഞാൻ കയറിക്കണമെന്ന് പറഞ്ഞ് ബഡ്ജറ്റ് കയറി. അന്ന് എന്നാ സംഭവമായിരുന്നത്, എന്നിട്ടാണ് അതിൻ്റെ പിറകെ പിന്നീട് പോയിരിക്കുന്നത്. അപ്പം അതൊക്കെ എടുത്ത് നോക്കുമ്പം ഇതിനകത്തൊക്കെ വെറും, അപ്പോൾ അല്പം പോലും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കാതെ സ്വാർത്ഥപരമായി തൻ്റെ കൊക്കിന് കീഴിൽ ഒതുങ്ങുന്ന കുറേ ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് നടന്നപ്പോൾ ഓർക്കണമായിരുന്നു, ഇത് സമുദായത്തോട് ചെയ്യുന്ന ദ്രോഹം കൂടിയാണ് എന്ന്. പാടില്ലായിരുന്നു. ഇതിനു മുമ്പ് നേതാക്കന്മാർ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാഷ്ട്രീയത്തിൽ നേതൃത്വമില്ല, നേതൃത്വ വാസനയുള്ളവരില്ല.